Hi friends, ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ Asus Zenfone Max Prime 1ൽ Gcam ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ ആയിട്ടൊരു കാര്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു PC അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ് എന്തെങ്കിലും വേണം നമുക്ക്. കാരണം അതിൻ്റെ ആവശ്യമുണ്ട് നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ റൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. റൂട്ട് ചെയ്യാണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ വാറൻറ്റിയോ അങ്ങനെ ഒന്നും നഷ്ടപ്പെട്ടു പോകാനോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്. കാരണം റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൊബൈലിൻ്റെ വാറൻറ്റി പോകും. അപ്പോൾ സർവീസ് സെൻറ്ററിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സർവീസ് കിട്ടാണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൽ അങ്ങനെ സംഭവിക്കാൻ പോകില്ല, അതുകൊണ്ട് പേടിക്കണ്ട. സിമ്പിളാണ്, കുറേ പേർക്ക് അറിയാവുന്നതാണ്, കുറച്ച് പേർക്ക് അറിയില്ല. അപ്പോൾ എന്താ പറയുക, അറിയാത്തവർക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം, രസമായിരിക്കും. അതിൻ്റെ റിസൾട്ട്സും എനിക്ക് കിട്ടിയത് വളരെ നല്ല റിസൾട്ട്സാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, ഹായ്. അപ്പോൾ നമുക്ക് എങ്ങനെ Asus Zenfone Max Prime 1ൽ Gcam ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അതിന് 4 കാര്യങ്ങൾ വേണം. ഫസ്റ്റ് ഒരു സിസ്റ്റം വേണം, പിന്നെ ഡാറ്റ കേബിൾ വേണം, പിന്നെ 2 ഫയൽസ്, ഒന്ന് Gcamൻ്റെ APK ഫയൽ, പിന്നെ ഒരു ADB ഫയൽ വേണം. ADB ഫയൽ നമ്മൾ ആദ്യം സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഈ 2 APK ഫയൽ നമ്മൾ ഫോണിൽ Gcam ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ആവശ്യമുള്ളതാണ്. ഈ 2 ഫയലുകൾ ഞാൻ ഒരു ഡ്രൈവിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ഡ്രൈവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇനി ഫോണിൽ നമുക്ക് ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡെവലപ്പർ ഓപ്ഷൻസ് അൺലോക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻസ് കിട്ടാനായിട്ട് ആദ്യം തന്നെ പോയിട്ട് ഫോണിൽ സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്തിട്ട് ഇതിൽ സിസ്റ്റം ഉണ്ടാവും. ഇപ്പോൾ ഇതിൽ ഡെവലപ്പർ ഓപ്ഷൻസ് അവൈലബിൾ അല്ല. സിസ്റ്റത്തിൽ പോയിട്ട് മുകളിൽ എബൌട്ട് ഫോൺ എന്നുണ്ടാവും. അപ്പോൾ ഈ എബൌട്ട് ഫോൺ എന്നുള്ളത് എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ലാസ്റ്റിൽ നമുക്ക് ബിൽഡ് നമ്പർ എന്നിട്ടൊരു സംഭവം കാണാം. ഈ ബിൽഡ് നമ്പറിൽ 7 തവണ ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അൺലോക്ക് ആവും. 1 2 3 4 5 6 7. അപ്പോൾ നമ്മളോട് പാസ്വേഡ് ചോദിക്കും, നമ്മുടെ ഡിവൈസിൻ്റെ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഈ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പാറ്റേൺ എന്ന് വെച്ചാൽ പാറ്റേൺ നമ്മൾ ഡ്രോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഓക്കെ ആവും. ഇപ്പോൾ കണ്ടോ, ഞാൻ എൻ്റെ പാറ്റേൺ അടിച്ചു കൊടുത്തപ്പോൾ ഇത് അതിൽ ഡെവലപ്പർ ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പോൾ അൺലോക്കായി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഡെവലപ്പർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി നമുക്ക് ഇതിൽ കാണാൻ പറ്റും. കണ്ടോ, ഇതിൽ നമ്മൾ എന്താ പറയുക, വീണ്ടും സിസ്റ്റത്തിൽ തന്നെ എടുത്തിട്ട് ഇവിടെ അഡ്വാൻസിന് എടുക്കണ്ടോ, അഡ്വാൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കണ്ടോ ഡെവലപ്പർ ഓപ്ഷൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓണാണ് കിടക്കുന്നത്. കണ്ടോ, മുകളിൽ ഓണാണ്, ഡെവലപ്പർ ഓപ്ഷൻസ് ഓണാണ് കിടക്കേണ്ടത്. ഇതിൽ 2 ഓപ്ഷൻസാണ് നമുക്ക് എനേബിൾ ചെയ്യേണ്ടത്. ഒന്നാമത് നമ്മൾ എനേബിൾ ചെയ്യേണ്ട ഓപ്ഷനാണ് USB ഡീബഗ്ഗിങ് നമുക്ക് ഓൺ ആക്കിയിടണം. അലോ USB ഡീബഗ് അലോ കൊടുക്കുക. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻസ് ഉണ്ട്, വെരിഫൈ ആപ്സ് ഓവർ USB. ഇത് നമ്മൾ എനേബിൾ ചെയ്തിടണം. അപ്പോൾ ഇത് 2 എനേബിൾഡ് ആണ്. ഇപ്പോൾ ഫോണിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിൽ പോവാം. ഓക്കെ, ഇനി ബാക്കിൽ പോവാം. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പവർ ഓഫ് ചെയ്യുക. നമ്മൾ പവർ ബട്ടൺ ഓൺ ചെയ്യുക, പവർ ഓഫ് കൊടുക്കുക. പവർ ഓഫായി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്കവറി മോഡിലേക്കാണ് ഓൺ ആക്കേണ്ടത്. റിക്കവറി മോഡ് കിട്ടാനായിട്ട് നമ്മൾ പവർ ബട്ടണും വോളിയം ഡൗൺ കീയും ഒരുമിച്ച് പിടിച്ചിട്ട് പ്രസ് ചെയ്യാം. റിക്കവറി മോഡിലേക്ക് അത് ബൂട്ടാകുമ്പോൾ നമ്മളൊന്ന് വിട്ടുകൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമ്മൾ റിക്കവറി മോഡിലേക്ക് വന്നു. റിക്കവറി മോഡിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിക്കവറി മോഡിൽ ടച്ച് വർക്കാവില്ല കേട്ടോ, നിങ്ങൾക്കിത് കാണേണ്ടത് വിചാരിക്കണം. കണ്ടോ, ഇത് റിക്കവറി മോഡിൽ ഫസ്റ്റ് ഓപ്ഷൻ കിടക്കുന്നത് റീബൂട്ട് സിസ്റ്റം നൗ ആണ്. അത് അല്ല, നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് വേണ്ടത്. പിന്നെ ഈ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാനായിട്ട് വോളിയം അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺസ് യൂസ് ചെയ്യാം. സെലക്ട് ചെയ്യാനായിട്ട് പവർ ബട്ടൺ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷനാണ് വേണ്ടത്. നമുക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് റീബൂട്ട് ടു ബൂട്ട് ലോഡർ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഫാസ്റ്റ് ബൂട്ട് മോഡ് ഓൺ ആയിട്ടുണ്ട്. ഈ ഫാസ്റ്റ് ബൂട്ട് മോഡ് ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ USB കേബിൾ ഇതിൽ കണക്ട് ചെയ്യണം.
അപ്പോൾ ഫാസ്റ്റ് ബൂട്ട് ഡിവൈസസ് ഓണാണ്. നമ്മൾ ഇതിനവിടെ വയ്ക്കാം. ഇനി ബാക്കിയുള്ളത് നമ്മൾ സിസ്റ്റത്തിലാണ് ചെയ്യുന്നത്. നമുക്കതിലേക്ക് പോകാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റത്തിൽ സ്റ്റാർട്ടിൽ റൺ എടുക്കാം. നമ്മൾ വിൻഡോസ് 6 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൺ കിട്ടും. അതിൽ CMD അടിച്ച് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ കമാൻഡ് പ്രോംപ്റ്റ് കിട്ടും. അപ്പോൾ ഈ കമാൻഡ് പ്രോംപ്റ്റിൽ പോയിട്ട് നമുക്ക് കുറച്ച് കമാൻഡ്സ് അടിച്ചു കൊടുക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് കമാൻഡാണ് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കമാൻഡ് ഫാസ്റ്റ് ബൂട്ട് ഡിവൈസസ് എന്ന് കൊടുത്തിട്ട് എൻ്റർ അടിക്കാം. അപ്പോൾ ഫാസ്റ്റ് ബൂട്ട് ഡിവൈസ് എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചതിന് ശേഷം അടുത്ത കമാൻഡാണ് നമ്മുടെ ഫാസ്റ്റ് ബൂട്ട് സ്പേസ് OEM സ്പേസ് ENABLE എനേബിൾ. ഫാസ്റ്റ് ബൂട്ട് OEM എനേബിൾ. അത് കഴിഞ്ഞിട്ട് അണ്ടർസ്കോർ ക്യാമറ അണ്ടർസ്കോർ HAL3. അത് കഴിഞ്ഞിട്ട് ഒരു സ്പേസും കൂടി ഇടാം, TRUE ട്രൂ. അതായത് ഫാസ്റ്റ് ബൂട്ട് OEM എനേബിൾ അണ്ടർസ്കോർ ക്യാമറ അണ്ടർസ്കോർ HAL3 സ്പേസ് ട്രൂ. എൻ്റർ കൊടുക്കുക. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും, ഒരിത്തിരി നേരം. അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കമാൻഡ് കൂടി അടിച്ചു കൊടുക്കുക, ഫാസ്റ്റ് ബൂട്ട് ഡിവൈസസ് വീണ്ടും എൻ്റർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ റീബൂട്ട് ചെയ്യണം. അതിന് ഫാസ്റ്റ് ബൂട്ട് സ്പേസ് റീബൂട്ട് കൊടുക്കുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ കണ്ടോ, നമ്മുടെ ഫോൺ ഇവിടെ റീസ്റ്റാർട്ടായി. ഫോൺ റീസ്റ്റാർട്ടായി വരേണ്ട നമ്മളിവിടെ പിൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിൻ അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പിൻ കൊടുത്തു. നമ്മുടെ ഫോൺ അപ്പോൾ സ്റ്റാർട്ടാവുന്നുണ്ട്, ഓൺ ആവുന്നുണ്ട്. ഫോൺ അടിക്കട്ടെ. അപ്പോൾ ഇനി സിസ്റ്റത്തിലൊന്നും ചെയ്യാനില്ല. ഇനി ചെയ്യാനുള്ളൊരു ചെറിയ കാര്യമാണ്, APK ഫയൽ കോപ്പി ചെയ്ത് ഫോണിലേക്ക് ഇടണം. നിങ്ങൾക്ക് നേരത്തെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ APK ഫയൽ കോപ്പി ചെയ്തതിൽ കിട്ടാൻ മതി. നമ്മളത് കോപ്പി ചെയ്തിട്ടുണ്ട്. നമ്മളത് എടുത്തു. നമുക്കിതിൽ ഫയൽസിൽ പോകാം. ഫയൽസിൽ ഗൂഗിൾ ക്യാം ആപ്ലിക്കേഷൻ എടുക്കുന്നുണ്ട്. കണ്ടിന്യൂ കൊടുക്കാം. ഇൻസ്റ്റാൾ. ഓക്കെ, ഡൺ. നമ്മൾ ബാക്കിൽ പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ, ഇതാണ് നമ്മുടെ ഡീഫോൾട്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് ഡീഫോൾട്ട് ക്യാമറ ആപ്ലിക്കേഷൻ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് Gcam കൂടി ഉണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇതങ്ങനെ വരുന്നത്. നമ്മുടെ നോർമൽ ക്യാമറ ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇതിൽ Gcamൻ്റെ ആപ്ലിക്കേഷൻ ഇതാണ്ടോ, Gcam വർക്കിംഗ് ആണ്. ഇതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കിട്ടും. ഇതിലെന്താ പറയുക, മോഷൻ ഫോട്ടോ, അതുപോലെ തന്നെ ഒരുപാട് അഡീഷണൽ ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ടൈമർ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈമർ 3 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് ഇതുപോലെ ടൈമർ സെറ്റ് ചെയ്യാം. അതുപോലെ പോർട്രേറ്റ് മോഡ് ഉണ്ട്. അതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വൈഡ് ആംഗിൾ ഇതിലില്ല. പിന്നെ മോറിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഫേമസ് ആയിട്ടുള്ള നൈറ്റ് സൈറ്റ് അല്ലെങ്കിൽ നൈറ്റിൽ ഫോട്ടോസ് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അടിപൊളി ക്യാമറയാണ്.
ഇത് യൂസ് ചെയ്തിട്ട് എടുത്ത റിസൾട്ട്സ് ഞാൻ കാണിച്ചു തരാം ഇനി. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ ഇടയിലൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാനതിനാവശ്യമായിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെ കാണാം. ബൈ.